അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി ബർക്കാത്തുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ. നമ്മുടെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന പ്രിയങ്കരായ ജനനേതാക്കളെ, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രിയങ്കരായ നേതാക്കന്മാരെ, മൗലവിമാരെ, ഉസ്താദുമാരെ, കേരളത്തിൻ്റെ വിവിധ മേഖലയിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പതിനായിരക്കണക്കിന് വരുന്ന സന്നദ്ധ ഭടന്മാരായ എൻ്റെ സഹോദരി സഹോദരന്മാരെ, നല്ലവരായി നിങ്ങൾക്ക് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ ആദ്യമായി ഞാൻ അർപ്പിക്കട്ടെ. ഞാൻ നന്ദിയുടെ ഹൃദയവുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. കാരണം ഈ രാജ്യത്തെ രാഷ്ട്രീയ ഭിക്ഷാന്തേകൾ എല്ലാവരും കൂടി പാവം PC ജോർജിനെ അങ്ങോട്ട് ശരിപ്പെടുത്തിക്കളയാമെന്ന് തീരുമാനിച്ചപ്പോൾ ആദ്യമായി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വം എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയുന്ന SDP-യുടെ നേതാക്കന്മാരാണ് എളിയവനായി എനിക്ക് ആദ്യമായി പിന്തുണ പ്രഖ്യാപിച്ചത്. ആ പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ പലർക്കും ബുദ്ധിമുട്ടായി. SDP-യുടെ നേതാവ് തന്നെ എന്നോട് ഈരാറ്റുപേട്ട വന്ന് ചോദിച്ചു, ഞങ്ങളിങ്ങനെ പിന്തുണ തരുന്നത് മറ്റാളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമോ? ഞങ്ങൾ വോട്ട് ചെയ്യാൻ പിന്തുണ പരസ്യമായി പ്രഖ്യാപിച്ചാൽ ഏതെങ്കിലും കാരണവശാൽ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ 18% വരുന്ന മുസ്ലിം സമൂഹം ഒഴിച്ച് മറ്റുള്ളവർ എന്ത് വിചാരിക്കും? ഞാൻ SDP-യുടെ പ്രസിഡന്റ്, അദ്ദേഹം ഇപ്പോൾ സ്ഥലം മാറിയിട്ടുണ്ട്, അദ്ദേഹത്തോട് പറഞ്ഞു, എൻ്റെ വാപ്പ പ്ലാത്തോട്ടത്തിൽ ചാക്കോച്ചനാണ്. എന്നെ സഹായിക്കുന്നവരെ പറ്റി പരസ്യമായി, പ്രത്യേകിച്ച് ഈ രാഷ്ട്രീയ പാർട്ടികൾ 3 മുന്നണികളും ഒരുമിച്ച് ആക്രമിക്കാൻ വന്നപ്പോൾ എന്നെ സഹായിക്കാൻ വേണ്ടി ആദ്യം വന്ന നിങ്ങളോട് നന്ദിയില്ലാതെ പെരുമാറാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് ഞാൻ തോക്കുകയോ ജയിക്കുകയോ ചെയ്യട്ടെ, നിങ്ങളാണ് എനിക്ക് പിന്തുണ പ്രഖ്യാപിച്ചതെന്ന് പരസ്യമായി പറയും. അതിൻ്റെ പേരിൽ കിട്ടുന്ന വോട്ട് എനിക്ക് മതി എന്ന് ഞാൻ പ്രഖ്യാപിക്കുകയായിരുന്നു. ഞാനിത് എടുത്തു പറയാൻ കാരണം SDP-I എന്ന് പറയുമ്പോൾ ആ സംഘടനയെ ഒരു തീവ്രവാദ സംഘടനയാക്കി മാറ്റാൻ രാജ്യത്തെമ്പാടും നടക്കുന്ന, സംസ്ഥാനത്ത് നടക്കുന്ന പ്രക്രിയയെ ജനാധിപത്യ കേരളം അംഗീകരിക്കുന്നു എന്നതിന് തെളിവാണ് പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ SDP-യുടെ പിന്തുണയോടുകൂടി മത്സരിച്ച എന്നെ 3 മുന്നണിയെ നിലംപരിശാക്കിയെന്ന് മാത്രമല്ല, മത്സരിച്ച ബാക്കി 16 സ്ഥാനാർത്ഥികളിൽ 15 സ്ഥാനാർത്ഥികൾക്കും കെട്ടിവെച്ചത് കളഞ്ഞുകൊണ്ട് 28,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ചു. അത് SDP-യുടെ വിജയമായി ഔദ്യോഗികമായി ഈ വലിയ സമ്മേളനത്തിൽ പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. ഞാൻ 1980 ആദ്യമായി ഒരു കൊച്ചു പയ്യനെന്ന നിലയിൽ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഞാൻ ആദ്യം ചെന്നത് വന്യനായ ഈ സ്റ്റേജിലുള്ള മുഹമ്മദ് ഈസ മൗലവി അവരുടെ മുന്നിലാണ്. അദ്ദേഹം വന്ന് തേവരുപാറയിലെ ഖത്തീഫാണ്. അദ്ദേഹത്തെ ചെന്ന് കണ്ടു. ഞാൻ മത്സര രംഗത്തേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ അനുഗ്രഹിക്കണം. ഞാൻ ജനിച്ചു വളർന്ന് എൻ്റെ പഞ്ചായത്തിലെ ഏറ്റവും സീനിയറായ ഉസ്താദ് എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ സമീപം ചെന്നപ്പോൾ എൻ്റെ കലയിൽ കൈവച്ച് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, നീ വിജയിച്ചു വരും എന്നെ അനുഗ്രഹിച്ചു വിട്ട ആ ഓർമ്മ എന്നെ ഇപ്പോഴും സംതൃപ്തനാക്കുന്നു എന്ന് ഈ വലിയ യോഗത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.